നമസ്കാരം, കണ്ണൂർ വിഷൻ ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസാക്കളുടെ മറ്റൊരു സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്ങാട്. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വിസ്മയ പാർക്കിലാണ്. അതായത് വിസ്മയ പാർക്കിൽ ഓരോ ആഴ്ചയിൽ പുതിയ പുതിയ റൈഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ റൈഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിവിടെ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് റംസാൻ വിഷുവായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്മയ ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പാർക്കിൽ വിസ്മയ പാർക്കിലോട്ട് വരുന്നവർക്ക് എന്താ പറയുക, ഒരു അമ്പലപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കൂടിയുണ്ട്. ഇതെവിടെ ഇവിടെ നമ്മൾ ചങ്ങായി പുള്ളിക്കും ഇതെന്താ സംഭവം? ഐസ്റ്റാറിന്റെയോ? ഐസ്ക്രീം ഇടും, ടൈസ് ചെത്തിയിട്ടിടും, നട്സ് സ്ക്വാഷ് അയച്ച് ഫില്ലാക്കിട്ട് നല്ല മച്ചയിൽ കൊടുക്കുന്ന. പിന്നെ അതിനെ ഷേക്കിംഗ് സംഭവം ഉണ്ടോ? ഇത് വെറൈറ്റി സാധനമാണ്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഇറക്കിയതാണ്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഇറക്കിയാണ് ചെത്തൈസ്. അതിനകത്ത് ഇതെന്താ ഇപ്പൊ ചോപ്പ് എന്താ സംഭവം? അത് സ്ട്രോബെറി. സ്ട്രോബെറി ഇപ്പൊ എന്താണ്? അത് കോംപ്ലക്സ്. കോംപ്ലക്സോ? കോംപ്ലക്സ്. പിന്നെ ഇപ്പോട്ടത് പിന്നെ കടല 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 കടല. എന്താണ് പോകുന്നത്? ഐസ്ക്രീം ഇട്ടാ ആദ്യം ഐസ്ക്രീം ഇടാൻ വേണ്ടി പോവാ. ആദ്യം ഇടാ, പയ്യ ഇടാ, ലാസ്റ്റ് എങ്ങനെ ഇട്ടാൻ കുഴപ്പമില്ല. അതാണ് ഇതേ സംഭവം. ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ചാ? ബട്ടർ സ്കോച്ചും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇത് സംഭവം ബ്ലാക്ക് കാരണ്ടി. ഓക്കെ, എന്താ ബ്ലാക്ക് കാരണ്ടി. ഓരോ ആൾക്ക് ഓരോ ഫ്ലേവർ ആണ് കൊടുക്കുന്നത് അല്ലേ? വെറൈറ്റി തന്നെ അല്ല. പിന്നെ ഐസ് ചെറുത് എറിയാണ്. പിന്നെ എനിക്കും എൻ്റെ അമ്മോ എന്താ അറിയോ, ഈ ചൂടിന് ചെറിയൊരു ഐസിന്റെ സാമീപ്യം കിട്ടുന്നതിന് ഭയങ്കര സുഖ. എന്താ ഇതിന്റെ സ്റ്റൈൽ? ഇപ്പൊ എന്താ ചെയ്ത്? അതാണിപ്പോ ചെത്തുന്നത്. എല്ലാം പ്രസിംഗ് സംഭവമാണ്. ആടി കേരുവ മക്കളെ വെറൈറ്റി സംഭവങ്ങളാണ്. ഇമ്മാതിരി ചെത്തല് കോളേജിനടുത്ത് പോലും ഉണ്ടല്ലോ. അമ്മാതിരി ചെത്ത പരിപാടി. എന്താ പഞ്ചസാര? പഞ്ചസാര ലായനി. പഞ്ചസാര ലായനി അതിന്റെ ഇടുക. ഇനിയാണ് ഇത് കഴിക്കുമ്പോഴാണ് ഇതെന്താ സംഭവം? ഇതാണ് അത്. എന്താന്ന് ചോദിക്കാൻ പാടില്ല. ഇതാണത്. സ്പെഷ്യൽ സംഭവമാണ്. ഇനി ഇതൊക്കെ ആക്കിയിട്ട് സ്പൂണ്. ഇനി യഥാർത്ഥ കാഴ്ച കാണാൻ വേണ്ടി പോകുന്നത് ഇത് വാങ്ങിച്ചിട്ടതാ. യെസ്. അല്ലല്ല മോനെ, അത് കഴിക്കുന്നവരോ മുഖത്ത് ഒന്ന് കാണിച്ചു കൊടുത്തേ. കഴിക്കുന്നത് ഇതാ. കഴിക്കുമ്പോ മുഖത്തുണ്ടാകുന്ന ഭാവം നോക്കോ. കഴിച്ചോ. ഇതാ ഇവിടെ പോലെ ഇപ്പോൾ വേറൊരു സംഭവം കാണുന്നത്. എഴുതി കൊടുത്തോ. നോക്കട്ടെ. 1 2 3 4 5 നിർത്തുക. 6 വ്യന്തം. ഇനി കച്ചവടം മാത്രം അറിഞ്ഞാൽ പോരാ, അഭ്യാസം കൂടി നമ്മൾ അറിയണം. എന്നാലേ കാര്യം നടക്കുമല്ലേ? അതാണ് സംഭവം. കാരണം ഇത്രയും നല്ല വ്യായാമം വേറെ എവിടെ ഉണ്ടാലും പുള്ളിക്കാരാ മേശ ഏതോ പ്രതികാരമുള്ള ഒരാളെ കണ്ട പോലെ ചെയ്തുകൊണ്ടിരിക്കുക. എമ്മാതിരി കുത്തവുന്നറിയോ? വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ചെയ്ത പോലെ നമ്മൾ ചെയ്ത ക്ലാസ്സിന്റെ വഴിക്ക് പോകുമ്പോൾ പിന്നെ അല്ലേ പൊട്ടി തമ്പടികൾ പൊടി പോകും. പക്ഷെ വളരെ വ്യത്യാസമായ സംഭവമാണ്. എൻ്റെ അമ്മച്ചി. ഇത് എത്ര കുത്തുന്നു? ഇതെന്താ സൈന്റെ പേരെന്താ? ഇതാണ് കുലുക്കി സർവത്ത്. ഇത് വെറും കുലുക്കി സർവത്ത് മല അടിച്ച് കുലുക്കി സർവത്താ. യെസ്. ഇത് ഒരു കാര്യമുണ്ട്. ദയവേത് വീട്ടിലുള്ള ആൾക്കാർ ഇത് അനുകരിക്കാൻ പാടില്ല. നിങ്ങൾ മേശേന്റെ മുകളിലെടുത്ത് ക്ലാസ് ഇട്ട് കുത്തിയാൽ ക്ലാസ് പൊട്ടും, മേശയും പൊട്ടും. അതുകൊണ്ട് ഇതൊക്കെ ഇവര് കൃത്യമായിട്ട് പരിശീലിച്ച് സംഭവം ചെയ്യുന്ന ആൾക്കാരാണ്. ഇതാണ് കുൽക്കി സർവത്ത്. അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യായാമമാണ് സംഭവം. അപ്പൊ ഞാൻ പുറത്തോട്ട് ഇറങ്ങുക. ഹലോ, ഇവിടെ നിങ്ങളിപ്പോ എന്താ ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നെങ്കിലും? ഞങ്ങള് കുലുക്കി ഓർഡർ ചെയ്തു. എത്ര സമയത്ത് കിട്ടുന്ന പറഞ്ഞേ? അത് കുറച്ച് സമയം കൊണ്ട് കിട്ടുമായിരിക്കും. അഭ്യാസം കണ്ടല്ലോ, അടിപൊളിയല്ലേ? അതെ. പേരെങ്ങനെയാ? എന്റെ പേര് നേഹ. എവിടെ സ്ഥലം? ആലക്കോട് കരുവഞ്ചാല് ചാണകക്കുണ്ട് വഴി. എവിടെ? ആലക്കോട് എവിടെ? പെരുന്നിലം. ആ ഭാഗത്ത്. എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റുഡന്റാ, പഠിക്കുവാ. ഇവിടെ ആലക്കോട് സെന്റ് മേരീസില്. ആഗ്നസ്. നിങ്ങൾ അതേ സ്ഥലത്താണോ? അപ്പൊ നിങ്ങളെല്ലാരും ഫാമിലി ആയിട്ട് വന്നാണോ അല്ലെ പഠിക്കുന്ന സ്ഥലം? പള്ളിയുടെ ഭാഗമായിട്ട് വന്നു. ഏത് പള്ളിയുടെ? ആലക്കോട് സെന്റ് മേരീസ്. വലിയ പള്ളി, അടിപൊളി പള്ളി. ആലക്കോട് ആ പള്ളിയുടെ പിന്നെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് പരിപാടിയുണ്ട്. നമ്മളവിടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്. ഓക്കെ. പേരെങ്ങനെ? മരിയ റോസ്. സ്വന്തം സ്ഥലം?
ആലക്കോട്. പേര് റോസ്ലീന. സ്വന്തം സ്ഥലം ആലക്കോട്. ഇതെന്താ കുന്തോ? അവിടെ നിന്ന് കിട്ടിയതാ. ഇതിന്റെ പേരെന്തോന്ന്? അത് കറക്റ്റ് അറിയത്തില്ല. അവിടെ നിന്ന് പൊട്ടാറ്റോ പൊട്ടാറ്റോ ട്വിസ്റ്റ് എന്നതിന്റെ പേര്. അതായത് ഉരുളക്കിഴങ്ങെ കൊണ്ട് സംഭവമാണ്. അതിന്റെ അത് സോസൊക്കെ വെച്ച് അടിപൊളി നിൽക്കുന്നുണ്ട്. അപ്പൊ എത്ര മണിക്ക് എത്തി? നിങ്ങൾ എത്ര പേര് വന്നു മൊത്തം? ഞങ്ങള് ഏകദേശം 50 പേരെടുത്തുണ്ട്. ബാക്കി ആൾക്ക് എവിടെ പോയി? അവരൊക്കെ എവിടെയൊക്കെയോ തമ്മിൽ കണ്ടുപിടിക്കണം. ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം, ഇപ്പൊ നിങ്ങളുടെ തലയിൽ ഇപ്പൊ എന്താ ഉള്ളത്? തൊപ്പിയുണ്ട് അല്ലേ എന്ന് പറഞ്ഞ ചോദ്യമാണ്. ചില ആളുകളുടെ തലയിൽ കാണും, അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ചില ആളുകളുടെ പെരുമാറ്റത്തിൽ കാണും. എന്താണ്? ചില ആളുകളുടെ അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞാല് നമ്മുടെ സ്വഭാവത്തിൽ കാണും. നര ഒട്ടുമിക്ക ആൾക്കാരുടെ തലയിലുണ്ട്, എന്നെ തന്നെ ഒരുപാടുണ്ട്. തലേവരെ അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചുണ്ടാവും. തലേവരെ അല്ല, ചില അപൂർവം ചില ആളുകളുടെ തലയിലുണ്ടാകുന്നതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ പല ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണും. പോസിറ്റീവായിട്ടുള്ളതാണോ നെഗറ്റീവായിട്ടുള്ളതാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് നെഗറ്റീവും പോസിറ്റീവും കുഴപ്പമൊന്നുമില്ല. അല്ലേ? ഇല്ല, അറിയത്തില്ല. ഒരു ക്ലൂ. അതാ പറഞ്ഞ അപൂർവം ചില ആളുടെ തലയിൽ കാണുന്നതാണെന്ന് പറഞ്ഞു. ബുദ്ധി. അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ കാണുന്നു പുള്ളിക്കാരി പറഞ്ഞ ഉത്തരം ബുദ്ധി. അത് എന്റെ തലയിലേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. കുടിക്കാ കിട്ടിയില്ലേ? ഇതേതാ പിന്നെ ഇത് ഫ്ലവർ സ്ട്രോബെറി. അപ്പൊ നിങ്ങൾ എന്താ ഓർഡർ ചെയ്തത്? ഞങ്ങള് 4 പേര് ഒരുമിച്ചാണ്. ഒരപ്പം കൊണ്ട് എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ്സിലുള്ള കുലുക്കി സർവത്ത് 4 ആളോട് കഴിക്കാൻ വേണ്ടി പോകുന്നു. റെഡി? ആരാ സ്റ്റാർട്ട് ചെയ്യാ? റെഡി? 1 2 3 സ്റ്റാർട്ട്. വലിച്ചോ, താഴോട്ടല്ലേ മുകളിലോട്ട്. അടിപൊളിയല്ലേ? ഓക്കെ, അപ്പൊ നടക്കട്ടെ. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്താ? അനീഫ്. അനീഫ്, എവിടെ സ്ഥലം? കാസർഗോഡ്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് ചെർക്കള. ചെർക്കളയിൽ എവിടെയാ? ചെർക്കള തന്നെ. ചെർക്കള തന്നെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിലാ. ഗൾഫിലാണ്. ഗൾഫിൽ എവിടെയാ? ഗൾഫിൽ ദേരാലാണ്. ദേരയിൽ. അപ്പം പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലോട്ട് വന്നെയാണ്? നാട്ടിലോട്ട് വന്നിട്ട് ഫാമിലിനെല്ലാം ഒന്ന് കൂട്ടി. എത്ര പേര് വന്നു ഇങ്ങോട്ട്? നമ്മുടെ 21 പേര് വന്ന്. ഫാമിലി മെമ്പർ? ഫാമിലി മെമ്പർ. എത്ര മണിക്ക് എത്തി ഇവിടെ? ഇവിടെ രാവിലെ 10 മണിക്ക് എത്തി. പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ അത് 2 ദിവസം മുമ്പ് ചെയ്തതാ. ഈ ദുബായിൽ ചൂടുണ്ടോ അവിടെ? ഭയങ്കര ചൂടാക്കി. ഇതേപോലത്തെ ചൂടാണോ ദുബായിലും? ഇതേപോലത്തെ ചൂടുണ്ട്. ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ട്? ഇപ്പൊ ഇവിടെയാണ് കൂടുതൽ. ഓക്കെ, ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ പാർക്കിൽ ഒട്ടുമിക്ക ആൾക്കാരും വെള്ളത്തിന്റെ ഒരു ഏരിയയിലാണ് കൂടുതൽ ആൾക്കാരെ കാണുന്നത് അല്ലേ? അപ്പൊ ചെറിയ ചോദ്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ വിസ്മയ പാർക്ക് നമുക്ക് നൽകുന്ന സമ്മാനമുണ്ട്. അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യമാണ്, അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. എന്താണ്? അപ്പോൾ നടക്കട്ടെ. ഓക്കെ, യെസ്. മഞ്ഞേ, എന്താ പേര്? നിജാസ്. നിജാസ്, എവിടെ സ്ഥലം? അടിവാരം. അടിവാരം അതെവിടെ ആയിട്ട് വരും? കോഴിക്കോട്. കോഴിക്കോട് വയനാട് ചേർത്തല. നിങ്ങൾ എത്ര പേര് വന്നു മൊത്തം? ഞങ്ങൾ 9. പുറത്ത് ആൾക്കാരെടുത്തു? ഇപ്പൊ 5 ഉള്ളൂ. ആടിയിലൊക്കെ പോയിട്ടുണ്ട്. എത്ര മണിക്ക് നിങ്ങൾ വയനാട് പുറപ്പെട്ടത്? ഞങ്ങളൊരു 12 മണി. ഇന്നലെ രാത്രി 12 മണിക്കോ? അപ്പൊ ഇന്നലെ രാത്രി വിട്ടതാണ്. അപ്പൊ ഫസ്റ്റ് എവിടെയാ പോയത്? ബീച്ചൊക്കെ ഉണ്ടായിരുന്നു. ബീച്ചൊക്കെ പോയി. അപ്പം വിസ്മയ പാർക്ക് അങ്ങനെ ആദ്യം പല സ്ഥലത്ത് പോയി. ഇപ്പം വിസ്മയ പാർക്ക് ഇവിടെ എത്ര മണിക്ക് എത്തി? വിസ്മയില് ഇവിടെ ഒരു 9-10 മണിയാകുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേര്? അസീം. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. ഹലോ, പുള്ളിക്കാരനാണെന്ന് ഐസിന്റെ ഒറ്റ കുലുക്കി സർവത്തിന്റെ ഒറ്റ ചിന്തയിലുള്ളത്. പേരെന്താ? അർസിൽ. ഓക്കെ, നിങ്ങളുടെ പേര്? നിജാസ്. വാ. പേര്? റജിൽ. വാ. എന്താ പേര്? ഷാനിദ്. എല്ലാവരും നിങ്ങൾ നാട്ടുകാരനല്ലേ? ഒരേ നാട്ടുകാരാണ്. നാട്ടിൽ നിന്ന് കളിച്ചു വളർന്ന ഫ്രണ്ട്സാണ്. അപ്പൊ ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. ചോദ്യമാണ്, അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. പക്ഷെ ഇവിടെയുള്ള നമ്മൾ ആരുടെയും തലയിൽ അതില്ല. അപൂർവം ചില ആളുടെ തലയിൽ കാണുന്നതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. എന്താണ്? നര അല്ല, മുടി അല്ല. അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. എന്താണ് കാണുന്നത്? അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം.
ഈര ഈര ബുദ്ധി ബുദ്ധിയല്ല. അതൊട്ടുമിക്ക ആൾക്കാരുടെ തലയിൽ ഉണ്ടാവുമല്ലോ. അത് കൂടിയും കുറഞ്ഞിരിക്കും, പക്ഷെ ഇത് അപൂർവം ചില ആൾക്കാരുടെ തലയിൽ മാത്രമേ ഉണ്ടാവും. തൊപ്പി അല്ല, രക്ഷയില്ല. അപ്പൊ എന്തായാലും നടക്കേണ്ട കാര്യങ്ങള്. ഓക്കെ, എൻജോയ്. ഉത്തരം പറയാനില്ല, കുറച്ചും കൂടി എടുക്കാനുണ്ട്, നോക്കട്ടെ. നമസ്കാരം. ഒന്നിക്ക് ഇവിടേക്ക് ആരെ കൂടെ വന്നാണോ ഇവിടെ? ബാബാ, നിങ്ങൾ രണ്ടുപേരാ വന്നുള്ളൂ? എവിടെ നിന്നാ വന്നേ? വടകര വടകരയല്ല, ഇവിടെ വില്യാപ്പള്ളി വില്യാപ്പള്ളിയില് വില്യാപ്പള്ളി യു പി സ്കൂളാണ്. യു പി സ്കൂൾ ടീച്ചറാണോ? അല്ലല്ല, ആ സ്കൂളാണോ പഠിച്ചേ? ഭർത്താവിന്റെ വീടാ. ഭർത്താവിന്റെ വീട് എവിടെ? നിങ്ങളുടെ വീട് എവിടെ സ്വന്തം? പലേട്ടടം. എന്ത് ചെയ്യുന്നു? അക്ഷയയിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടൻ്റെ പേര്? ഷാജി ഷാജിയുടെ എന്ത് ചെയ്യുന്നേ? ഡ്രൈവറാണ്. ചെറിയ ചോദ്യമാണ്. അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. എന്താണ്? ഒന്നുകൂടി. അപൂർവം ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. ചിലപ്പോൾ അത് എന്റെ സ്വഭാവത്തിൽ കാണാം, ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ കാണാം. താരം. അപ്പൊ ഓക്കെ, നടക്കട്ടെ. അപ്പം നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ഗംഭീരമായിട്ട് ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആടാ, ആ സൗണ്ട് വെക്കണം. ഇതെന്ത് ചിക്കനാ? ഗന്ധക ചിക്കനോ? വയനാടിന്റെ ഗന്ധക ചിക്കനാണ്. അതായത് അതിനെങ്ങനെ, ഇതിൽ എന്തൊക്കെ ചേർത്തിരിക്കുന്ന ഈ ഒരു ചോപ്പ് എന്താണ്? എന്ത് മസാല എങ്ങനെയാ? ഉണക്കമുളകും പച്ചമല്ലി, പിന്നെ പെരുംജീരകം, പിന്നെന്താ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ പേസ്റ്റ് ആക്കിയിട്ടാണ് എന്താണ്? ഗന്ധക ചിക്കൻ. അതിന് മുന്നേ ഒരു സുന്ദരി ചിക്കൻ ഉണ്ടായിരുന്നല്ലോ. എന്താണ്? വനസുന്ദരി അല്ലേ? വനസുന്ദരി. അത് അട്ടപ്പാടി സംഭവമാണ് വനസുന്ദരി. ഇത് വയനാട് എവിടെ നിങ്ങളുടെ സ്ഥലം? തിരുനെല്ലി. വയനാട് തിരുനെല്ലി മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ചിക്കനാണ് എന്ത്? ഗന്ധക ചിക്കൻ. അപ്പൊ ഇത് നല്ല എരിവും ഒക്കെ ആയിട്ടായിരിക്കും അല്ലേ? ആണ്. അടിപൊളി. എങ്ങനെ പേരെങ്ങനെ? സുനിത. നിങ്ങളുടെ പേര്? മായ. മായ. വരൂ. എന്താ പേര്? പുഷ്പ. എങ്ങനെയുണ്ട് വിസ്മയിലെ കച്ചവടം? എങ്ങനെയുണ്ട്? അപ്പൊ എന്താ നമ്മുടെ കോമ്പയായിട്ട് കപ്പയും ചമ്മന്തിയും കൊടുക്കുന്നത്. കപ്പയും ചമ്മന്തിയും. ഇത് ഏറെ കപ്പ പായസം പോലുള്ള കപ്പ. ഇത് കപ്പ വയനാട് കൊണ്ടുവരുന്ന കപ്പയാണോ? അല്ല, ഇവിടുന്ന് വാങ്ങിയത്. വയനാട് കൊണ്ടുവന്ന് തീർന്നു. കപ്പയും പിന്നെ ചമ്മന്തി. അതിന്റെ കൂടെ കൊടുക്കുന്നു കോമ്പോ. ഇതിന്റെ കൂടെ കോമ്പോ ഒരു പീസ് ചിക്കനും അതുപോലെ തന്നെ കപ്പയൊക്കെ ആണെങ്കിൽ എത്ര? 180 രൂപ. അപ്പൊ ഒരാൾക്ക് സമ്മിഷ്ടമായിട്ട് കഴിക്കാം. അടിപൊളിയായിട്ട്. പിന്നെ പിടിയും കോഴിയും. അല്ല, അത് കോഴിക്കറി. പിന്നെ എന്താ സംഭവം? പിടിയോ എന്ന് വെച്ചാൽ എന്താ? റൈസ്, അരിപ്പൊടി ഉണ്ടയാക്കിട്ട് അത് രാവിലെ വേവിച്ചിട്ട് വറവിട്ടിട്ട് എടുത്തത്. അപ്പൊ എന്തായാലും കണ്ണൂരുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ വെറൈറ്റി ഫുഡുകൾ നമ്മുടെ വയനാട് തിരുനെല്ലി, വയനാട്
നിങ്ങളുടെ ഐറ്റംസ് എന്തൊക്കെയാ? നമ്മളത് ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളി പായസം. ബോളി പായസം അതെന്താ സംഭവം? ബോളി എന്ന് പറഞ്ഞ സംഭവം ബോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പരിപ്പിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതിനകത്തൊക്കെ പായസം ഒഴിച്ച് കഴിക്കേണ്ട ഒരു കോംബോ ആണ്. പായസം എങ്ങനെയുള്ള പായസം? നമ്മളെ പരിപ്പിന്റെ പായസം അല്ലല്ല, നമ്മളെ പാലട വൈറ്റ് കളറുള്ള പായസങ്ങളിൽ അതിന്റെ കോംബോ ആയിട്ട് വരും. അത് ഇതിന്റെ കൂടിയിട്ട് അങ്ങനെ നമ്മൾ കുഴച്ച് കഴിക്കണം. കുറച്ചുകൂടി പുറകോട്ട്. അപ്പോൾ അതായത് പിന്നെ നമ്മൾ സാധാരണ നമ്മളൊരു പാലടയുണ്ട്, അതിൻ്റെ അകത്ത് ഈ ഒരു ബോളി എന്ന് പറയുന്ന സാധനം ബോളിന്റെ മുകളിലേക്ക് പായസം ഒഴിച്ച് കഴിക്കുന്നത്. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇത്. അതായത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്യാണ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് ബോളി പായസം അല്ലേ. നിങ്ങളുടെ സ്വന്തം സ്ഥലം എവിടെയാ? ഇവിടെ കണ്ണൂർ എവിടെ? കണ്ണൂർ ചാല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തിരുവനന്തപുരമായിട്ട് പിടി നമ്മൾ സ്ഥിരം എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങനത്തെ ഡൽഹിയിലും പിടിയുണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ തിരുവനന്തപുരമായിട്ട് പിടി എങ്ങനെയാണ്? ഫാമിലി തിരുവനന്തപുരമാണ്. അപ്പോൾ അവിടുന്ന് ഈ കാര്യങ്ങൾ പഠിച്ചത്. ശരി. അപ്പോൾ എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യത്യസ്തമായ ഫുഡ് ഇവിടെയുണ്ട്. വരിക, കഴിക്കുക. ഒരിയ കഴിച്ച പിന്നെ അടിപൊളിയാണ്. മാത്രമല്ല ഇവരെൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞുതരും, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ കഴിക്കണം എന്ന കാര്യമൊക്കെ പറഞ്ഞുതരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കുകയും ചെയ്യുകയും ചെയ്യും അല്ലേ. കാരണം ഇവിടെ ബോളി പായസം, തൊട്ടപ്പുറത്ത് ചിക്കൻ അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര്? രണ്ടുപേര്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ്? ഒന്നുകൂടെ ഇവരാണോ? നിങ്ങളുടെ പേരെന്താ? ഷമ്മാസിന്റെ സ്ഥലം? ഞാൻ കരുവഞ്ചാല്. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ്, ഉത്തരം പറഞ്ഞാൽ വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. വളരെ ചെറിയ ചോദ്യമാണ്. അതായത് അപൂർവം ചില ആൾക്കാരുടെ, എല്ലാ ആൾക്കാരും ഇവിടെ ഞാനങ്ങനെ കണ്ടിട്ടില്ല, അപൂർവം ചില ആൾക്കാരുടെ തലയിൽ കാണുന്ന സംഭവമാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. ആ സ്വഭാവത്തിൽ കാണും. ചിലപ്പം എൻ്റെ സ്വഭാവത്തിൽ കാണാം, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കാണാം. എങ്കിൽ എന്താണ് സംഭവം? അപൂർവം ചില ആൾക്കാരുടെ തലയിൽ മാത്രം കാണുന്ന സംഭവമാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. അറിയില്ല. കിട്ടിയില്ല. അപ്പം നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടീമോട് ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് നമ്മൾ വിസ്മയ പാർക്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ, അതായത് നമ്മുടെ നിതിൻ ഭായ് ഇവിടെയുണ്ട്. നമുക്ക് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ. നമസ്കാരം. അപ്പം മൊത്തം തിരക്കാണ്. നല്ല തിരക്കാണ്. പുതിയ റൈഡൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡയഗൺ വാലി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ റൈഡ് വന്നിട്ടുണ്ട്. ഒരു റൈഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിക്കുന്ന ഈ വെക്കേഷനിൽ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം തുടക്കം കുറിച്ച റൈഡ് എന്താണ് അതിന്റെ സവിശേഷത എന്ന് ചോദിക്കുന്നത്? അത് ഡയഗൺ വാലി എന്നുള്ള പുതിയ റൈഡാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ റൈഡുകളുടെ ശ്രേണിയിൽ ഒന്നാണ്. ഒരു റൈഡിൽ തന്നെ 30ഓളം വാട്ടർ വിനോദങ്ങൾ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു റൈഡാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ എനിക്ക് തോന്നുന്നു ഒരു 10-500 ഫാമിലിക്ക് ഒരേ തവണ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണ്. പുതിയ റൈഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സ്ഥലത്ത് നടക്കാത്തൊരു സംഭവം ഇപ്പോൾ നടന്നൊരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. നമ്മുടെ തക്കാരം ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഫേമസ് ആയിട്ടുള്ള വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ രാമശ്ശേരി ഇഡലി, അതുപോലെ തന്നെ ബോളി പായസം, ഒരുപാട് വെറൈറ്റി കുലുക്കി സർബത്തുകൾ, ഇളനീർ വിഭവങ്ങൾ, അങ്ങനെയൊക്കെ കൂട്ടിയിണക്കി ഒരു ഫുഡിൻ്റെ ഒരു ഫെസ്റ്റ്. അതാണ് ഞങ്ങൾ തക്കാരം എന്നുള്ള പേരിൽ വിസ്മയിൽ അവതരിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഭാഗങ്ങളൊരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഓരോ നാടിനും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട് രാമശ്ശേരി ഇഡലി കഴിക്കാൻ നമുക്ക് പാലക്കാട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് കണ്ണൂർ വിസ്മയിൽ തന്നെ ഉണ്ട്. ഭക്ഷണവും നമ്മൾ ടൂറിസവുമായിട്ടൊരു വളരെ ഒരു കൊളാബ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ എസ്പെഷ്യലി പത്രത്തിലൊക്കെ ചില വാർത്ത കണ്ടിട്ടുണ്ടാവും, ചായ കുടിക്കാൻ പോയ ആൾ കണ്ണൂരിൽ നിന്ന് യുവാക്കളെ പോലീസ് പിടിച്ചു എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ പുതിയ തലമുറ ഭക്ഷണത്തോടുകൂടിയും യാത്രകളെയും സ്നേഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിനോദത്തോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു വെറൈറ്റിയും കൂടി യുവാക്കളിലേക്കും കുടുംബ ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞ വിസ്മയെ പറ്റിയിട്ട് ഒറ്റ വാക്കിൽ എന്ത് പറയാം? വിസ്മയ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ചെറിയ പൈസക്ക് ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് മംഗലാപുരത്തു നിന്നുള്ള ആളുകൾ വിസ്മയെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും എൻജോയ് ചെയ്യാനുള്ള, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു വലിയ വാട്ടർ റൈഡുകളുടെയും അഡ്വഞ്ചർ റൈഡുകളുടെയും ശ്രേണി ഒരുക്കുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ
ഇത്രയും റൈഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർക്ക് നമുക്ക് വേറെ പറയാനില്ല. അപ്പോൾ ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയാണ് നമ്മുടെ പാർക്ക് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചെറിയ പൈസക്ക് ഒരു ദിവസം മുഴുവൻ ഉല്ലസിച്ചാലും തീരാത്ത അത്രയും റൈഡുകളൊക്കെ നമ്മുടെ ഇവിടെയുള്ള ഓരോ ഏരിയകളൊക്കെ ഉള്ളത്. അത് തീർച്ചയായും നമ്മുടെ കണ്ണൂർ വിഷൻ്റെ വിവിധ പരിപാടികളുടെ ഭാഗമായി നമ്മുടെ ആളുകളൊക്കെ തന്നെ കൂടുതലായിട്ട് നമ്മുടെ വിവിധ ഷൂട്ടുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചുരുക്കി പറഞ്ഞ ഒരു ദിവസം കൊണ്ട് വിസ്മയ പൂർണ്ണമായിട്ട് ഒരാൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും റൈഡുകൾ ഞങ്ങൾ ഈ ചുരുങ്ങിയ കാലത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതായത് ചിലപ്പം 6000-7000 ആൾക്കാരൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ വന്നിരുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം വെല്ലുവിളിയാണ് ശരിക്കും? യെസ്, അതൊരു നല്ല ചോദ്യമാണ്. കാരണം അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കുറച്ചും കൂടി പേടിയോടുകൂടി കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻജിനീയറിംഗ് വിഭാഗം എല്ലാ രാവിലെയും ഈ മുഴുവൻ റൈഡുകളും ചെക്ക് ചെയ്ത് അവരുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ റൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കൂ. അതിൽ പൂർണ്ണമായും ആ സെക്ഷനാണ് അതിൻ്റെ അധികാരം. ഇപ്പോൾ ആ റൈഡ് എന്തെങ്കിലും കാരണവശാൽ അവരൊരു സംശയം പോലും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ റൈഡ് അന്ന് ഞങ്ങൾ സന്ദർശകർക്ക് കൊടുക്കില്ല. അതോടൊപ്പം തന്നെ പൂളുകളിലൊക്കെ തന്നെ തിരക്ക് വരുന്ന സമയങ്ങളിൽ ലൈഫ് ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടും പിന്നെ സുരക്ഷാ ബോർഡുകൾ, അനൗൺസ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടൊപ്പം തന്നെ പാർക്ക് അഡീഷണലായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ അപകടമായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അവർക്കുള്ള മെഡിസിൻ സംഭവം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ അപകടങ്ങൾ എന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് പാർക്കുകളിൽ ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന ക്യൂരിയോസിറ്റി, കൗതുകങ്ങൾ വളരെ അധികമായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ചെറുങ്ങനെ കുത്തനെ നോക്കിക്കൊണ്ട് ഓടുക, അപ്പോൾ തലയും കൂട്ടിയിടിക്കുക, അങ്ങനത്തെ അപകടങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ അതിനുള്ള മെഡിസിൻ സൗകര്യം തന്നെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എല്ലാവരും വരുന്ന ഓരോ അതിഥികളും സുരക്ഷിതരാണ്, ഓരോ റൈഡുകളും സുരക്ഷിതമാണ്. ചെറിയ പൈസക്ക് ഇത് പറഞ്ഞ പോലെ ഒരു ദിവസമല്ല 2 ദിവസം മുഴുവനായിട്ട് ഉണ്ടായാൽ പോലും ഇവിടുത്തെ റൈഡിൽ മൊത്തമൊക്കെ കയറി എല്ലാ ഏരിയയും കവർ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഏരിയകളാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയാം, വിസ്മയ. അത്രേ ഉള്ളൂ. വിസ്മയത്തിൻ്റെ അത്ഭുത കാഴ്ചകളാണ് വിസ്മയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ആളുടെയിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു. ഓക്കെ താങ്ക് യു. കാണാം. ഓക്കെ താങ്ക് യു. യെസ് ഓക്കെ. അപ്പം കേരള പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് എന്നാണ് നമ്മുടെ കൊസ്സാക്കോട് ഇന്നത്തെ അധ്യായം ചിത്രീകരിച്ചത്. ചോദ്യമായിരുന്നു, അപൂർവം ചില ആൾക്കാരുടെ തലയിൽ കാണുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞാൽ ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം എന്താണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അപൂർവം ചില ആൾക്കാരുടെ തലയിൽ മാത്രം കാണുന്നതാണ്. ഉത്തരം ജടയാണ്. ജട. നമ്മൾ മുടി ഒരുപാട് മുടി ഇങ്ങനെ നീട്ടി വളർത്തുന്ന ആൾക്കാരും മുടി ചീകാത്ത ആൾക്കാരെയൊക്കെ മുടി ഇങ്ങനെ കൂടി പിണഞ്ഞ് കിടന്ന് കെട്ടായിട്ട് നിൽക്കുന്ന സംഭവത്തിന് ജട എന്ന് പറയുന്നല്ലേ. അപ്പോൾ ജടേൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി വെച്ചാൽ ജാട. ജാട എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ വലിയ ആളായിട്ടുള്ളൊരു സ്വഭാവം നടിക്കുന്ന സംഭവമാണ് ജാട. അവർ പറഞ്ഞു ഓൻ ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ ഓള് ഭയങ്കര ജാടയാടെന്ന് പറയും. അപ്പം അപൂർവം ചില ആൾക്കാരുടെ തലയിൽ കാണുന്നതാണ് ജട. അതിൻ്റെ ആദ്യക്ഷരമായ ജ നീട്ടി പറഞ്ഞാൽ ജാട. ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണാം. നമ്മുടെയൊന്നും സ്വഭാവത്തിൽ അതില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ. എന്തായാലും അങ്ങനെ നമ്മൾ ജാടൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആരും തന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ സമ്മാനങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യം, പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമ്മൾ അടുത്ത തീയതി കാണും.